السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാർ, എല്ലാ ദിവസവും ഈ വോയിസിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന നല്ലവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നു പോവുകയാണ്. അവസാനത്തെ വെള്ളിയാഴ്ച പള്ളിയിലെ ഉസ്താദുമാർ തറാവീഹ് നിസ്കാരത്തിനും മൗലൂദിനും ബദരീങ്ങൾ ആണ്ടിനും ലൈലത്തുൽ ഖദ്റിൽ ഹയാത്താക്കാനും ഉറക്കൊഴിഞ്ഞ പ്രഗൽഭ ആലിമീങ്ങൾ മിമ്പറിൽ കയറിയിട്ട് പൊട്ടിക്കരഞ്ഞ രംഗം നാം ഒക്കെ കണ്ടു. പടച്ചവനെ, ഈ പരിശുദ്ധമായ റമളാനിനോട് സലാം പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ ഖൽബിൽ അടുത്ത വർഷം ഈ പാവപ്പെട്ട നമ്മളുണ്ടാകുമോ ഹയാത്താക്കാൻ? നമ്മളുണ്ടാകുമോ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ട് യാചിക്കാൻ എന്ന് അവൻ ചിന്തിച്ചുപോയി. ഇമാമും കരഞ്ഞു, കേട്ടുനിൽക്കുന്ന മുഅ്മിനുകളും കരഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിനെ അത്രമേൽ വരവേറ്റവർ, അത്രമേൽ മനസ്സിൽ കൊണ്ടു നടന്നവർ, അങ്ങനെ ഇബാദത്തും ദിക്റുകളും സലാത്തുകളുമായി കൂടിയവർ, എല്ലാവർക്കും തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇതിന്റെ അവസാനങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതാണ്, ഫിത്റുൽ സക്കാത്ത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിലെ ഖത്തീബന്മാർ ആരായിരുന്നു പറഞ്ഞിരുന്നത്? ഈ വിശുദ്ധമായ റമളാനിന്റെ അവസാനിക്കുമ്പോൾ ശവ്വാലിന്റെ പൊന്നമ്പിളി പിറക്കുന്ന സമയത്ത് നിർബന്ധമാകുന്ന ഒരു സക്കാത്താണ് ഫിത്റുൽ സക്കാത്ത്. ആ സക്കാത്ത് കൊടുത്തു വിട്ടുമ്പോഴാണ് ഈ പരിശുദ്ധമായിട്ടുള്ള റമളാനിൽ നാം നടത്തിയ റമളാനിന്റെ പോരിശയും നാം നടത്തിയ വിശുദ്ധമായ റമളാൻ അല്ലാഹു അങ്ങ് ഖബൂൽ ചെയ്യും. ആ ഒരു ഇബാദത്തിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നിസ്സാരമായി കാണുന്നവർ, ഇത് വലിയൊരു ഇബാദത്താണ്, വലിയ പ്രതിഫലമാണ്. കാരന്റെ ഔദാര്യമല്ല, അവന്റെ അവകാശമാണ് സക്കാത്ത്. ആ സക്കാത്ത് കൊടുത്തു വീട്ടലോടുകൂടെയാണ് ഈ പരിശുദ്ധമായിട്ടുള്ള റമളാൻ പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയത്തെ കുറിച്ച് ഒരല്പം പറഞ്ഞ് ഇന്ന് നമുക്ക് ദുആ ചെയ്യാം. എന്താണ് ഫിത്റുൽ സക്കാത്ത്? ആ ഫിത്റുൽ സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? എപ്പോഴാണ് കൊടുക്കേണ്ടത്? എവിടെ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചെറിയൊരു പഠനം സോഷ്യൽ മീഡിയകളിൽ നമുക്കാവശ്യമായ അറിവുകൾ ഒരു ബട്ടൺ അമർത്തിയാൽ കൈത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇന്നൊരിക്കലും ദൂരങ്ങളിലേക്ക് പോവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഫിത്റുൽ സക്കാത്ത് അത് കൊടുക്കലോടുകൂടെയാണ് പരിശുദ്ധമായ റമളാനിന്റെ ഒരു അംഗീകാരം പടച്ച റബ്ബിന്റെ അടുത്ത് ഖബൂലിയത്തുണ്ടാകും. ഈ വിശുദ്ധമായ റമളാനിൽ ഫിത്റുൽ സക്കാത്ത് കൊടുക്കലോടുകൂടെ എല്ലാ നിലയിലും നമ്മുടെ ശരീരം അങ്ങ് ശുദ്ധിയായി.
എല്ലാവരും ശ്രദ്ധിക്കണം പറയുന്ന കാര്യങ്ങൾ. ആർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധം? പെരുന്നാളിന്റെ ദിവസം അവനിക്കും അവൻ ചെലവ് കൊടുക്കേണ്ട ആളുകൾ, അവരുടെ ഭക്ഷണം, വസ്ത്രം, താമസം ഇതെല്ലാം കഴിച്ച് കടബാധ്യതയും കഴിച്ച് മിച്ചമുള്ള പണത്തിൽ നിന്നാണ് അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരാൾക്ക് ഒരുപാട് കടമുണ്ട്, അതുപോലെ അന്നത്തെ ഭക്ഷണത്തിന് പോലും വകയില്ല, എന്നാൽ ആ വർഷം അവൻക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. ആർഭാടത്തോടുകൂടെയുള്ള ചെലവല്ല, അത്യാവശ്യ ചെലവ്. എപ്പോഴാണ് സമയം? പെരുന്നാളിന്റെ പൊന്നമ്പിളി കാണലോടുകൂടെ ഫിത്ർ സക്കാത്തിന്റെ സമയം ചാലുവായി. അപ്പൊ ഞായറാഴ്ചയാണ്, രാത്രിയാണ് മാസം കാണുന്നത്. എന്നാൽ ഞായറാഴ്ച സൂര്യൻ അസ്തമിക്കലോടുകൂടെ അതിന്റെ സമയം ചാലുവാവുകയാണ്. മാസം കാണുന്ന ആ സമയം മുതൽ പിറ്റേ ദിവസം മഗ്രിബ് വരെയാണ് അതിന്റെ സമയം. പെരുന്നാൾ പള്ളിയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് കൊടുത്തുവിട്ടലാണ് സുന്നത്ത്. ശേഷം ഖറാഅത്താണ്. മഗ്രിബ് വരെ പിന്തിക്കൽ, ആ ഒരു സമയം വരെ പിന്തിക്കൽ ഹറാമുമാണ്. ഇനി അവകാശികൾ ആരോ വരാനുണ്ട്, എന്നാൽ അത് പിന്തിക്കുന്നതിന് കുഴപ്പവുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഫിത്ർ സക്കാത്ത് ആർക്ക് നിർബന്ധമാണ്, എപ്പോഴാണ് അതിന്റെ സമയം, ഇനി എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അരിയാണ് കൊടുക്കേണ്ടത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ആ നാട്ടിൽ സാധാരണ ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷണങ്ങൾ, അതാണ് അരി. ആ ഫിത്ർ സക്കാത്ത് അരി കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 3,200 ലിറ്ററാണ്. അങ്ങനൊക്കെ പറഞ്ഞാൽ ചില ഉമ്മമാർക്ക് മനസ്സിലാകില്ല. അവർക്കൊരു കിലോ കണക്ക് വേണം. കിലോ കണക്ക് അരിയുടെ വിഷയത്തിൽ പറയാൻ കഴിയില്ല. അപ്പൊ നമ്മളൊരു 3 കിലോ അരി ഒരാളെ തൊട്ട് കൊടുത്താൽ ഒരല്പം കൂടുതൽ ഉണ്ടാകും. നമ്മളെ തൊട്ടുള്ള ഫിത്ർ സക്കാത്ത് അങ്ങ് വീടും. കാരണം അരിയുടെ കിലോ കണക്കിൽ വ്യത്യാസങ്ങളുണ്ട്. ചിലത് നല്ല അരിയാകും, പക്ഷേ കനമുണ്ടാകില്ല. ചിലത് അരി മോശവും, കനം കൂടുതലാവും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിയാണ് ഫിത്ർ സക്കാത്തിന്റെ അരിയായി നമ്മൾ കൊടുക്കേണ്ടത്. റേഷൻ കടയിലുള്ള അരി ഒരു മൂലക്ക കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കിട്ടിയ നമ്മൾ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അരി മൂലക്ക കൂട്ടിയിട്ടുണ്ട്, അതങ്ങോട്ട് കൊടുക്കുക എന്ന ഒരു ചടങ്ങ് ഒഴിവാക്കണം. കാരണം നമുക്ക് ഇഷ്ടമുള്ളതാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ വരും, കടയിൽ വന്നിട്ട് ചോദിക്കും, ഫിത്ർ സക്കാത്തിന്റെ സമയമാവുമ്പോ ഇതെന്താ വില? ആ അരിക്ക് 100 രൂപയാണ് കിലോ. അല്ലോ, അത് വേണ്ട. ഇതെന്താ വില? അത് 80 റുപ്യാണ്. അതും വേണ്ട. ഇതെന്താ വില? അതൊരു 70 റുപ്യ അജിയരെ. ഓ എന്റെ അമ്മോ, അത് വേണ്ട. ഇതെന്താ വില? അവസാനം കടക്കാരൻ ചോദിക്കും, അല്ല ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കാനിട്ടാണോ? ആ എന്നാ ഇവിടെ ഉണ്ട് കിലോ 22 റുപ്യന്റെ അരി, അല്ലെങ്കിൽ 15 റുപ്യന്റെ അരി. എന്റെ പ്രിയപ്പെട്ടവരെ, അത് വെറും ഒരു ചടങ്ങ് മാത്രമാകും. പടച്ച റബ്ബിന്റെ അടുത്തൊന്നും പ്രതിഫലം കിട്ടില്ല. സാധാരണയിൽ ഉപയോഗിക്കപ്പെടുന്ന നമ്മളൊരു ഫിത്ർ സക്കാത്തിന്റെ അരി ഒരാൾക്ക് കൊടുത്താൽ അയാളത് ഉപയോഗിക്കണം.
അങ്ങനെയുള്ള അരിയാണ് ഫിത്റു സക്കാത്തിന്റെ അരിയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഒരു 3 കിലോന് ഒരാളെ തൊട്ട് കൊടുത്താൽ, ഞാൻ പറഞ്ഞല്ലോ ഒരല്പം കൂടുതൽ ഉണ്ടാകും, വിഷമൊന്നുമില്ലല്ലോ, നമ്മളുടെ കടബാധ്യത തീരുന്നതാണ്. എപ്പോഴാണ് ഫിത്റു സക്കാത്തിന്റെ സമയമാകുന്നത്? സൂര്യാസ്തമയത്തോടുകൂടെ പെരുന്നാളിന്റെ ശവ്വാലിന്റെ അമ്പിളി പിറക്കലോടുകൂടെ മാസം കാണലോടുകൂടെ ഫിത്റു സക്കാത്തിന്റെ സമയം തുടങ്ങി. അതിന്റെ അവസാനം എപ്പോഴാണ്? 24 മണിക്കൂറാണ്. പള്ളിയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അത് കൊടുത്തുവിട്ടൽ സുന്നത്തുണ്ട്, ശേഷം അത് കറാഹത്താണ്, മഗ്രിബ് വരെ പിന്തിക്കൽ ഹറാമുമാണ്. ഇനി അതിന്റെ അവകാശികൾ വരാനുണ്ട്, എന്നാൽ പിന്തിക്കുന്നതിന് കുഴപ്പവുമില്ല. ഇനി നമുക്ക് പറയാം, ഫിത്റു സക്കാത്തിന്റെ അരി എവിടെയാണ് കൊടുക്കേണ്ടത്? മാസം കാണുന്ന സമയത്ത് അവൻ എവിടെയാണോ അവിടെയാണ് ഫിത്റു സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മാസം കാണുന്ന സമയത്ത് പള്ളിയിലാണ്, ഞാൻ മുദരീസായി നിൽക്കുന്ന അയ്യായ പള്ളിയിലാണെങ്കിൽ എൻ്റെ അരി എൻ്റെ നാടായ ഓലപ്പീടികയിൽ കൊടുത്തിട്ട് കാര്യമില്ല. എൻ്റെ അരി കൊടുക്കേണ്ടത് അയ്യായിലാണ്. ഭാര്യ പ്രസവത്തിന് കൊണ്ടുപോയിട്ടുണ്ട്, ഭാര്യ വീട്ടിലാണ് ഭാര്യയുള്ളത്. എന്നാൽ ആ മാസം പിറക്കുന്ന സമയത്ത് ആ ഭാര്യ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെയാണ് ഫിത്റു സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത്. മക്കൾ എവിടെയാണോ അവിടെയാണ് ഫിത്റു സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോരുകയാണ്, വയനാട്ടിൽ നിന്ന് ഇങ്ങനെ പോരുകയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ പോരുകയാണ്. വൈമധ്യയിൽ എത്തിയപ്പോഴാണ് മാസം കണ്ടതായിട്ട് നമ്മൾ അറിഞ്ഞത്. എന്നാൽ തൊട്ട ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫക്കീറായ സാധുവായ ആളുകൾക്ക് ആ അരി നമ്മളുടെ അവകാശം, നമ്മളുടെ ഫിത്റു സക്കാത്തിന്റെ അരി നമ്മൾ അവിടെ കൊടുത്ത് പോരണം. ആ മാസം കണ്ടപ്പോൾ എവിടെയാണോ നമ്മളുള്ളത് അവിടെയാണ് ഫിത്റു സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത്. ഗൾഫിലാണ് മോനുള്ളത്, എന്നാൽ ആ ഗൾഫിൽ നിന്ന് മകൻ ബാപ്പാക്ക് വിളിച്ചു പറയാണ്, നിങ്ങളെ എന്റെ അരി അവിടെ കൊടുത്തോളിയും. വീടൂല, ആ മകന്റെ അരി വീടൂല, സക്കാത്ത് വീടൂല. ആ മകന്റെ സക്കാത്ത് അവിടെയാണ് അവൻ കൊടുക്കേണ്ടത്. അവകാശികളില്ലെങ്കിൽ മറുനാടുകളിലേക്ക് വിതരണം ചെയ്യാം, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കാം. ഇത് അയൽവാസികൾ അങ്ങും ഇങ്ങും കൊടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുക, അവിടുന്ന് ഇങ്ങോട്ടും വാങ്ങുക, അങ്ങനെയില്ല. അതിന് അവകാശികളുണ്ട്, സക്കാത്തിന്റെ അവകാശികളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്, അവനത് ചോദിച്ചു വാങ്ങണം. ആരാണ് ഫിത്റു സക്കാത്തിന്റെ അവകാശികൾ? ഫിത്റു സക്കാത്തിന്റെ അവകാശികൾ ഞാൻ ചുരുക്കി പറയാം, ഫഖീർ, മിസ്കീൻ. ഫഖീർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫഖീർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ഭാഷയിൽ നമുക്കറിയാം, ഒരു പാവപ്പെട്ട ആളാണ്. എന്നാ ഫഖീർ എന്ന് പറഞ്ഞാൽ അവനക്കൊരു 1000 രൂപ വേണം ശരാശരി ഒരു താമസവും കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാവാൻ. അവർക്ക് കിട്ടുന്നതാണെങ്കിൽ ഒരു 300 രൂപയാണ്. ഒരു 100 റുപ്യ കിട്ടേണ്ട സ്ഥിതിയിൽ അവനക്ക് കിട്ടുന്നതാകെ ഒരു 30 റുപ്യാണ്. ശരിക്കും താമസിക്കാൻ ഒരു വീടില്ല, കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. അവനാണ് ഫഖീർ. ഓനക്ക് അരി കൊടുക്കണം നമ്മൾ. അതുപോലെ മിസ്കീൻ. ആരാണ് മിസ്കീൻ? മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവനക്ക് 100 രൂപ വേണം ജീവിക്കാൻ, ഒരു 10-70 റുപ്യ കിട്ടുന്നുണ്ട്, എന്നാൽ അവന്റെ പേരാണ് മിസ്കീൻ. അവനക്കും സക്കാത്ത് കൊടുക്കാം. ഈ മിസ്കീന് സക്കാത്ത്, മിസ്കീൻ എന്ന സക്കാത്ത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. കാരണം
അന്നാന്നത്തെ ചെലവ്, ആ പെരുന്നാളിന്റെ ദിവസത്തെ ചെലവും ഭക്ഷണവും താമസവും അധികം വലിയ കടങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എന്നാ മിച്ച പൈസ ഉണ്ട്. എന്നാൽ ആ മിസ്കീനിനും ഫക്കീറിനൊക്കെ സക്കാത്ത് നിർബന്ധമാകും. അപ്പൊ അവനക്ക് കിട്ടിയ ഐര്യന്നെ അവൻ വേറാക്ക് അവന്റെ സക്കാത്തായിട്ട് കൊടുക്കുന്നതിന് വിരോധമില്ല. ഇത് അവിടുന്ന് കൊടുക്കുന്ന ഐര്യല്ലേ, ഇത് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു വെക്കണ്ട. ആ മിസ്കീന് ആളുകൾ കൊണ്ടുതരുന്ന ഐരി അവനക്കും അവൻ ചെലവ് കൊടുക്കേണ്ട ആളുകൾക്കുമുള്ള ഐരി അവനക്ക് കിട്ടിയ ഐരിയിൽ തന്നെ കൊടുക്കാൻ വിരോധമില്ല. മൂന്നാമത്തെ വിഭാഗമാരാണ് മൂന്നാമത്തെ വിഭാഗം അമിലീങ്ങൾ. അതിന്റെ വിശദീകരണം നമ്മൾ ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല, കാരണം ആ ഒരു സംവിധാനം ഇവിടെ ഇല്ല. പിന്നെ ആരാണ്? മുഅല്ലഖത്തുൻ ബിൽ ഖുലൂബ്, വിശ്വാസം ഉറക്കാത്ത പുതുസ്ലാമികൾ എന്ന് മാത്രം അർത്ഥം വെച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് 10-20 വർഷമായി, നല്ല ജോലിയും നല്ല ഉഷാറാണ്, അവനക്ക് സക്കാത്ത് നിർബന്ധമില്ല, അവൻ ഈ ഗണത്തിൽ പെടുകയില്ല. വിശ്വാസം ഉറക്കാത്ത പുതുസ്ലാമി എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അവന് പാവാണ്, ഓനക്ക് ഈ ഫിത്ർ സക്കാത്തിന്റെ ഐരി കൊടുത്താൽ ഓൻ ഒന്നും കൂടി ഒന്ന് ഉറച്ചോളും എന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ള പുതു ഇസ്ലാമികൾക്കാണ് സക്കാത്ത് നിർബന്ധമാവുക. ഇനി അയാൾക്ക് കൊടുത്താൽ തന്നെ അയാളുടെ കുടുംബക്കാരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരും, എന്നാൽ അവർക്ക് കൊടുക്കാം, പുതു ഇസ്ലാമികൾക്കും കൊടുക്കാം. പുതുസ്ലാമി എന്ന് മാത്രം അവിടെ നമ്മൾ അർത്ഥം വെക്കാൻ പാടില്ല, വിശ്വാസം ഉറക്കാത്ത പുതുസ്ലാമികൾ എന്നർത്ഥം വെക്കണം. അതുപോലെ മോചനം എഴുതപ്പെട്ട അടിമ, ഇവിടെ ഈ അടിമ സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. കടബാധ്യതർ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് വലഞ്ഞവർ, കടം കൊണ്ട് വലയ, വീട് ജപ്തിക്ക് വെച്ചിട്ടുണ്ട്, ആകെ പ്രയാസത്തിലാണ്, ആകെ ബുദ്ധിമുട്ടിലാണ്, നമുക്കറിയാം ആ കുടുംബം ആ വീട് വല്ലാത്തൊരു കടത്തിലാണ്, അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. പിന്നെ ആരാണ്? ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധ, അതും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ സംവിധാനം ഇല്ലാത്തത് കൊണ്ട്. കയ്യിൽ പണമില്ലാത്ത യാത്രക്കാരൻ, യാത്ര അവസാനിപ്പിക്കാൻ കയ്യിൽ പണമൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകൾക്കും ഫിത്ർ സക്കാത്തിന്റെ ഐരി നമുക്ക് കൊടുക്കാം. ഇത്ര അവകാശികളാവണം. ഇത് അയൽവക്കത്ത് നിന്ന് കുറച്ച് അപ്പുറത്ത് കൊടുത്ത് അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടും വാങ്ങി, ഏതായാലും രാത്രിയല്ലേ, ദൂരത്തേക്കൊന്നും പോകാൻ കഴിയില്ല, അങ്ങനെ ഒരു കളി ഈ ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ ഉണ്ടോ എന്ന് സംശയിച്ചത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ ഗൗരവത്തോടുകൂടെ പറയുന്നത്, ഫിത്ർ സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടുകയില്ല, അവർക്ക് ഹദിയ കൊടുക്കാം, അവർക്ക് ഹദിയ കൊടുക്കാം. ഫിത്ർ സക്കാത്ത് വീടണമെങ്കിൽ ഈ പറയപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. എത്തിയും കുട്ടികൾക്ക് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടോ? എത്തിയും കുട്ടികൾ എന്ന് പറയുമ്പോ ആ കുട്ടികൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ വീടൂല, കുട്ടികളുടെ സക്കാത്ത് കൊടുക്കണം. ഒരു പാവപ്പെട്ട പെണ്ണുണ്ട്, ഓക്ക് കൊടുത്താൽ വീടോ? അവളെ സംരക്ഷിക്കുന്ന ഭർത്താവ് ഇതിന്റെ അവകാശിയാണെങ്കിൽ വീടും, അവകാശിയല്ലേ എന്നാ വീടൂല്ല. ആ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആദ്യം അവനെ തൊട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. രണ്ടാമത് അവന്റെ ഭാര്യക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മൂന്നാമത് അവന്റെ ചെറിയ മക്കൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. നാലാമത് അവന്റെ ഉപ്പാക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അഞ്ചാമത് അവന്റെ ഉമ്മാക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആറാമത് അവരുടെ മൂത്ത മക്കൾ, അവർക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജോലിയുള്ള ആളാണ്, ഉപ്പ സാധാരണ കൊടുക്കാറുണ്ട്, എന്നാൽ ഉപ്പാന്റെ ഫിത്ർ സക്കാത്ത് ഉപ്പ കൊടുക്കാം, ഇവന്റെ മേലിൽ ബാധ്യതയില്ല. ആ ഉപ്പ ഉമ്മാന്റെതും സക്കാത്ത് കൊടുക്കുന്നുണ്ട്,
എന്നാൽ ഈ മകന്റെ മേലിൽ ബാധ്യതയില്ല. ഇനി മൂത്ത മക്കൾ, പ്രായപൂർത്തി കഴിഞ്ഞ മൂത്ത മക്കൾ, അവരെ തൊട്ട് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ സമ്മതം വേണം, അവരുടെ നെയ്യത്ത് വേണം. എന്നാലേ അവരെ തൊട്ട് ഉപ്പാക്ക് സക്കാത്ത്, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. അവരൊക്കെ ജോലിക്കാരാണ്, അവർക്കൊക്കെ പണമുണ്ട്. അന്നത്തെ ചെലവ്, പാർപ്പിടം, താമസം, ഭക്ഷണം എല്ലാം കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ അവരുടെ സക്കാത്ത് അവർക്കാണ് നിർബന്ധം. പേരക്കുട്ടികളുണ്ട്, അവരുടെ വാപ്പാക്കാണ് നിർബന്ധം. അപ്പൊ നമ്മളുടെ ചെലവ് കഴിച്ച് മിച്ചമുള്ളതാണ് നമ്മൾ ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ ഫിത്ർ സക്കാത്ത് ഒരാളെ തൊട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ തൊട്ട് 3 കിലോ കൊടുക്കണം. അത് ഏറ്റവും നല്ലത് 3 ആളുകൾക്ക് കൊടുക്കലാണ്. 1ഉം 2ഉം കൊടുത്താലൊക്കെ വീടുമെന്ന് കാണാൻ കഴിയും. ഏറ്റവും നല്ലത് 3 ആളെ തൊട്ട് 3 ആക്ക് ആ ഒരു 3 കിലോ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ആ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒറ്റ മസ്അല പറയാം. ഈ ഫിത്ർ സക്കാത്ത് നമ്മുടെ മകൻ വിളിച്ചു പറഞ്ഞു ഗൾഫിൽ നിന്നും, ഉപ്പ, ഇവിടെ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യരില്ല, ഇതിന്റെ അവകാശികളായിട്ട് വാങ്ങാൻ ആരുമില്ല. എന്നാൽ ഫിത്ർ സക്കാത്ത് മറുനാടുകളിലേക്ക് മാറ്റുന്നതിന് കുഴപ്പമില്ല. അവിടെ അവകാശികൾ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ഈ ഫിത്ർ സക്കാത്ത്, തടിയുടെ സക്കാത്ത്, ആ തടി ശുദ്ധമാകാനുള്ള സക്കാത്ത്, അത് നമ്മൾ കൊടുത്തു വീട്ടണം. അതിന്റെ സമയം ഞാൻ പറഞ്ഞു, ആർക്കാണ് നിർബന്ധം പറഞ്ഞു, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, ഏത് രൂപത്തിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. അതിന്റെ അവകാശികൾക്ക് അത് എത്തണം. നമ്മളെ വീട്ടിന്റെ ഉമ്മറത്ത് വരുന്ന ഏതെങ്കിലും ഉമ്മാക്ക് അയിരി കൊടുത്തു കഴിഞ്ഞാൽ അത് വീടുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതൊരു പാവപ്പെട്ടവനാണോ, ഫക്കീറാണോ, മിസ്കീനാണോ, ഞാൻ പറഞ്ഞ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ 8 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നായാൽ മാത്രമാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് വീടു എന്ന് ഒരു വലിയ ഇമ്പോർട്ടൻസ് പോയിന്റ് ആണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതൊരു ചടങ്ങായി മാറ്റരുതേ, ഇതൊരു ഇബാദത്തായി, ഇത് വലിയൊരു പ്രതിഫലമായി നാളെ പടച്ച റബ്ബിന്റെ അടുത്ത് കടബാധ്യതയില്ലാതെ ശരീരം നമ്മുടെ മയ്യത്തങ്ങ് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിനൊരു കടബാധ്യതയില്ലാതെ പോകണം. ആ ഒരു കടബാധ്യത നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ ഫിത്ർ സക്കാത്ത് വീടാതെ നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വളരെ അപകടത്തിലാകുമെന്ന് ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയ്ക്ക് ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിയങ്ങളായി നല്ല റാഹത്തായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നു പോവുകയാണ്. അടുത്ത പ്രാവശ്യം വിശുദ്ധമായ റമളാൻ വരുമ്പോ സാധുക്കളായ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അല്ലാഹുവിന്റെ ഖലാ വന്നാൽ നമ്മൾ എല്ലാവരും പോവേണ്ടവരാണ്. പടച്ച റബ്ബിന്റെ സമയം വന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ താടി തലയിലേക്ക് വലിച്ചു കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി വെക്കപ്പെടും, വയറ് വീർത്ത് പൊട്ടി ഒലിക്കാതിരിക്കാൻ കനമുള്ളത് വെച്ച് നമ്മളെ ചുമന്നിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുന്ന ഒരു സമയം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ നമുക്ക് വരാനുണ്ട്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു കടബാധ്യത ഉണ്ടാകാൻ പാടില്ല. ഒരു ഹജ്ജ് എന്ന് പറയുന്ന കടം, അതുപോലെ സക്കാത്ത് എന്ന് പറയുന്ന കടം, അത് വലിയൊരു കടമായിട്ട് നമ്മുടെ ശരീരത്തിലാക്കി പോയാൽ നമ്മളെ മക്കൾ പോലും നമ്മൾ മരിച്ചാൽ ആ കടം വീട്ടുകയില്ല. കാരണം അവരൊക്കെ സ്വത്ത് തർക്കത്തിലാണ്. ഒരടി ഭൂമി, ഒരു നുരുമ്പ് ഭൂമി വിട്ടുകൊടുക്കാത്ത വലിയ മക്കളാണ് നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹജ്ജ്, നമ്മുടെ പറമ്പ് വിറ്റിട്ടെങ്കിലും നമ്മുടെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നാം തയ്യാറാവണം. നമ്മളെ സക്കാത്ത് നമ്മൾ കൊടുത്തു വീട്ടണം. ആ രൂപത്തിലാകുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് ഹലാലാകൂ. ആ സമ്പത്ത് കൊണ്ട് നമ്മളെ മക്കള് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആ മക്കള് സ്വാലിഹത്തായ മക്കളാകുള്ളൂ.
നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കണോ, വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടണോ? അല്ലാഹ് എന്ന് പറയുമ്പോൾ അവരുടെ ഖൽബിൽ തഖ്വയുണ്ടാവണോ? നിസ്കാരങ്ങളും അമലുകളും ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും തറാവീഹ് നിസ്കാരങ്ങളും ഖുർആനോത്തുകളും പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ഖുർആൻ ഓതുമ്പോൾ പൊട്ടിക്കരയുന്ന മക്കളായി നമ്മളെ മക്കൾ മാറണമെങ്കിൽ ആ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണം. ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ചരക്ക്, ഈ ചക്കാത്ത്, ഇതെല്ലാം ശുദ്ധമാക്കി നമ്മളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഹലാലായ സമ്പത്തുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഒരൽപ്പം ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഒരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലി, ഒരു 10 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. പടച്ചവനെ, അംബിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂലാക്കണം അല്ലാഹ്. ഈമാനുള്ള ഖൽബാക്കണം അല്ലാഹ്, ഇഖ്ലാസുള്ള ഖൽബാക്കണം അല്ലാഹ്, തഖ്വയുള്ള ഖൽബാക്കണം അല്ലാഹ്, വറഉള്ള ഖൽബാക്കണം അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകളും മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്, ഖൽബ് നന്നാക്കണം അല്ലാഹ്. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, എപ്പോഴാണ് കണ്ണടക്കുക എന്ന് പറയാൻ കഴിയില്ല. ആ സമയത്ത് ഈമാൻ നൽകണം അല്ലാഹ്, ഇഖ്ലാസ് നൽകണം അല്ലാഹ്, തഖ്വ നൽകണം അല്ലാഹ്, വറഅ നൽകണം അല്ലാഹ്. പടച്ചവനെ, ഒത്തിരി മുറാദുണ്ട്, ഹാസിലാക്കണം അല്ലാഹ്. ഒരുപാട് രോഗങ്ങളുണ്ട്, ശിഫാ നൽകണം അല്ലാഹ്. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്, വഷളാക്കല്ലേ അല്ലാഹ്.
ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകണം അല്ലാഹ്, റാഹത്ത് നൽകണം അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്, മാനം കെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ആഫിയത്ത് നൽകണം അല്ലാഹ്, ആരോഗ്യം നൽകണം അല്ലാഹ്, ആയുസ്സിന്റെ പൊരുത്തത്തിൽ നൽകണം അല്ലാഹ്. ഈ ക്ലാസ് എന്നും കേൾക്കുന്നവരുണ്ട് അല്ലാഹ്, അവരുടെ മുറാദ് ഹസുലാക്കണം അല്ലാഹ്, രോഗങ്ങളെ ശിഫാ നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് വേദന സഹിച്ച് കഷ്ടപ്പെടുന്ന രോഗികൾ അല്ലാഹ് ഒരു സലാമത്ത് നൽകണം അല്ലാഹ്, മനസ്സമാധാനം നൽകണം അല്ലാഹ്. പടച്ചവനെ കാല് വേദനയുള്ളവരുണ്ട്, കാലിന്റെ മുട്ടുവേദനയുള്ളവരുണ്ട്, ഊരന്റെ ഡിസ്കിന് തകരാറുള്ളവരുണ്ട്, മൈഗ്രെയിൻ പോലുള്ള തലവേദനയുള്ളവരുണ്ട്, കൺകാഴ്ച മങ്ങി വരുന്നവരുണ്ട്, കേൾവി കുറഞ്ഞു വരുന്നവരുണ്ട്, സംസാരത്തിന് വൈകല്യമുള്ളവരുണ്ട്, ശ്വാസം മുട്ടലിന്റെ തകരാറുള്ളവരുണ്ട്, അലർജിന്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഗ്യാസും പുണ്ണും അലർജിയുടെ വിഷമങ്ങളുള്ളവരുണ്ട് അല്ലാഹ്, കല്ലിന്റെ അസുഖങ്ങളുള്ളവരുണ്ട് അല്ലാഹ്. പടച്ചവനെ യൂറിക് ആസിഡ് കൂടിയിട്ട് കിടപ്പുകൾ ആസകലം വേദനയുള്ളവരുണ്ട് അല്ലാഹ്, ഹോർമോണിന്റെ തകരാറുള്ളവരുണ്ട് അല്ലാഹ്, പൊട്ടാസ്യത്തിന്റെ വിഷമങ്ങളുള്ളവരുണ്ട്, സോഡിയത്തിന്റെ തകരാറുള്ളവരുണ്ട്, മഞ്ഞപ്പിത്ത രോഗം മൂർച്ഛിച്ചു വന്ന് ബുദ്ധിമുട്ടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്, മാനസിക തകരാറുള്ളവരുണ്ട് അല്ലാഹ്, അവസ്മാര രോഗികളുണ്ട് അല്ലാഹ്, രോഗം പലതാണ് റബ്ബേ, നീ ശിഫ നൽകണം അല്ലാഹ്, നീ ശിഫ നൽകണം അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്, ബ്ലഡ് ക്യാൻസർ നൽകല്ലേ അല്ലാഹ്, മജ്ജ മാറ്റിവെക്കുന്ന രോഗം തരല്ലേ അല്ലാഹ്, ഡയാലിസിസ് രോഗികളാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ആഫിയത്ത് നൽകണം അല്ലാഹ്. ഒരുപാട് ഉമ്മമാരാമീൻ പറയുന്നു അല്ലാഹ്, ഒരു ഉമ്മാക്കും റബ്ബേ സ്തനർബുരം തരല്ലേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഗർഭപാത്രത്തിൽ മുഴ തരല്ലേ അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാഹ്, കടക്കാരുണ്ട് തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാഹ്, ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് അല്ലാഹ് ഫലസ്തീന്റെ മക്കളെ കാക്കണം അല്ലാഹ്, അവരെ കാക്കണം അല്ലാഹ്, ശത്രുക്കളെ പരാജയപ്പെടുത്തണം അല്ലാഹ്, കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണം അല്ലാഹ്, ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്, ഭാര്യയുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്, മക്കളുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്നവരുണ്ട്, വിജയിപ്പിക്കണം അല്ലാഹ്, അവരുടെ രക്ഷിതാക്കളുണ്ട് റബ്ബേ, ജോലിയിലും ആഫിയത്തിലൊക്കെ ബർക്കത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ ആ മക്കളെ പ്രഗൽഭരാക്കണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഉമ്മ മരണപ്പെട്ടു പോയി, ഉപ്പ മരണപ്പെട്ടു പോയി റബ്ബേ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു, സഹോദര സഹോദരിമാര് മരിച്ചു അല്ലാഹ്, ഖബർ സ്വർഗമാക്കണം അല്ലാഹ്, ഖബർ പ്രകാശിപ്പിക്കണം അല്ലാഹ്. ഇത് ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കല്ലേ അല്ലാഹ്, ഇത് ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കല്ലേ അല്ലാഹ്, ഇത് ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ നീ കബൂലാക്കണം അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്, ആഖിറ വിജയം തരണം അല്ലാഹ്, ആഖിറ വിജയം തരണം അല്ലാഹ്, നരകം ഹറാമാക്കണം അല്ലാഹ്, സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.